പീസസ് ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ തിളയ്ക്കാൻ വെക്കുക. ബീഫിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് പെരുംജീരകവും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വിസിലടിക്കാൻ വയ്ക്കുക. കപ്പയ്ക്കുള്ള അരപ്പ്, തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് നമ്മുടെ നോർമൽ അരപ്പ് റെഡിയാക്കി എടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ്സിൽ വെന്ത് കിട്ടും. അപ്പോൾ അത് കപ്പ ഊറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കപ്പ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മുടെ ബീഫ് വിസിലടിച്ച് ഒരു 10 വിസിലൊക്കെ അടിച്ചു. നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പം ബീഫ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജീരകം, കടുക്, ഇഞ്ചി, കുറച്ച് സവോള ഇട്ട് വഴറ്റി ഞാൻ വീണ്ടും മീറ്റ് മസാലയും മല്ലിപ്പൊടിയും പെപ്പർ പൗഡറും മാത്രം ഇട്ടാണ് വഴറ്റുന്നത്. അതിലേക്ക് നമ്മുടെ വെന്ത ബീഫും കൂടെ ആഡ് ചെയ്ത് ഒരു സെമി ഗ്രേവി ഫോർമാറ്റിലാണ് ഇതാക്കിയെടുക്കേണ്ടത്. ഒരുപാട് വെള്ളമായാലും ഒത്തിരി കുഴഞ്ഞു പോകും. സോ ഒരു സെമി ഗ്രേവിയിലെടുത്തിട്ട് നമ്മുടെ കപ്പയിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പ ബിരിയാണി റെഡി. എല്ലും കപ്പയെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, പക്ഷേ ഇത് ഞാൻ എല്ലില്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബീഫും കപ്പയും മാത്രമായിട്ട് നല്ല ടേസ്റ്റായിരുന്നു.